പ്രിയ രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ ക്ലാസുകൾ ലഭിക്കുന്നതിനായി രമ്യ ടീച്ചർ എന്ന എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കുട്ടികളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താം. ഹായ്, ഞാൻ രമ്യ ടീച്ചർ. പ്രീ പ്രൈമറിയുടെ 25ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. കുഞ്ഞുമക്കളെ, അപ്പോ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം അല്ലേ? എല്ലാവരും ഉഷാറാണല്ലോ. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോ എത്ര ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ട്? 26 ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോ നമ്മൾക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? പറഞ്ഞു നോക്കാം അല്ലേ? ടീച്ചറുടെ കൂടെ എൻ്റെ കുഞ്ഞുമക്കളും അവിടെ നിന്ന് പറയണം കേട്ടോ. റെഡി? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. ഇങ്ങനെ 26 ലെറ്റേഴ്സ് ആണ് ഇംഗ്ലീഷിൽ ഉള്ളതല്ലേ? അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെറ്റർ ആണ് പഠിച്ചത്? നമ്മൾ ലെറ്റർ കെ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഏത് ലെറ്റർ ആണ് പഠിക്കേണ്ടത്? ലെറ്റർ കെ കഴിഞ്ഞ് വരുന്ന ലെറ്റർ ആണ് നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ടതല്ലേ? അതേത് ലെറ്റർ ആണ്? ടീച്ചറെ പറഞ്ഞു തരാട്ടോ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ. ഏത് ലെറ്ററാ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ എൽ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ എൽ. അപ്പോൾ നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എല്ലും സ്മോൾ ലെറ്റർ എല്ലും എഴുതാൻ പഠിക്കണം അല്ലേ? അതിനു മുന്നായിട്ട് ടീച്ചറെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എല്ലും സ്മോൾ ലെറ്റർ എല്ലും കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എൽ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എൽ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എൽ. ഇനി നമ്മൾക്ക് സ്മോൾ ലെറ്റർ എൽ കാണണം അല്ലേ? ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സ്മോൾ ലെറ്റർ എൽ. ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ എൽ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ എൽ. അപ്പോ ഇതേത് ലെറ്റർ ആണ്? ലെറ്റർ എൽ. ഏത് ലെറ്റർ ആണ്? ലെറ്റർ എൽ. ഇത് ക്യാപിറ്റൽ ലെറ്റർ എൽ. ഇത് സ്മോൾ ലെറ്റർ എൽ. ഇത് ക്യാപിറ്റൽ ലെറ്റർ എൽ. ഇത് സ്മോൾ ലെറ്റർ എൽ. അപ്പോ എൻ്റെ കുഞ്ഞുമക്കള് ക്യാപിറ്റൽ ലെറ്റർ എല്ലും സ്മോൾ ലെറ്റർ എല്ലും കണ്ടല്ലോ. ഇനി നമ്മൾക്ക് എന്ത് വേണം? ക്യാപിറ്റൽ ലെറ്റർ എല്ലും സ്മോൾ ലെറ്റർ എല്ലും എഴുതാൻ പഠിക്കണം അല്ലേ? അപ്പോൾ ടീച്ചർ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എൽ എഴുതാൻ പഠിപ്പിക്കാം കേട്ടോ. ഇതാ ക്യാപിറ്റൽ ലെറ്റർ
capital letter L. ക്യാപിറ്റൽ ലെറ്റർ എൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? ടീച്ചർ പറഞ്ഞു തരാം. ക്യാപിറ്റൽ ലെറ്റർ എൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, ഒരു സ്ലീപ്പിംഗ് ലൈൻ, ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് വരച്ചിട്ടാണ് നമ്മൾ എന്തെഴുതുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എൽ. അപ്പോ ടീച്ചർ ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. ഇതാ ആദ്യം നമ്മള് സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കും, പിന്നെ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം അല്ലേ? ഇതാ സ്ലീപ്പിംഗ് ലൈനും വരച്ചു. അപ്പോ ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കണം. അപ്പോ ഏത് ലെറ്റർ ആവും? ക്യാപിറ്റൽ ലെറ്റർ എൽ. അപ്പോ ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് ടീച്ചർ വരയ്ക്കാട്ടോ. ദാ നമ്മൾക്ക് ആദ്യം സ്റ്റാൻഡിംഗ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. ആദ്യം നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കാം. ഇനി എന്താണ് വരയ്ക്കേണ്ടത്? ഇവിടെ സ്ലീപ്പിംഗ് ലൈൻ ഉണ്ടല്ലേ, ഇനി സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം. അത് നമ്മൾ എവിടെയാ വരയ്ക്കാം? ദാ ശ്രദ്ധിക്കണേ. ഈ സ്റ്റാൻഡിംഗ് ലൈനിന്റെ താഴെ ഇവിടെ നിന്നും വലതുവശത്തേക്ക് സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കണം. താഴെ ഇവിടെ മുട്ടിച്ചിട്ട് വലതുവശത്തേക്ക് വരച്ചു കൊടുക്കണം. എങ്ങനെയാ? ദാ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോ ഇത് ഏത് ലെറ്റർ ആയി? ക്യാപിറ്റൽ ലെറ്റർ എൽ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എൽ. ദാ ടീച്ചറെ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മള് സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കും, എന്നിട്ട് ഇവിടുന്ന് കൈയെടുക്കാതെ വലതുവശത്തേക്ക് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കും. അപ്പോ ഇത് ഏത് ലെറ്റർ ആയി? ക്യാപിറ്റൽ ലെറ്റർ എൽ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എൽ. ദാ ടീച്ചർ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കാം, എന്നിട്ട് അവിടുന്ന് കൈയെടുക്കാതെ സ്ലീപ്പിംഗ് ലൈൻ വലതുവശത്തേക്ക് വരച്ചു കൊടുക്കാം. അപ്പോ ഇത് ഏത് ലെറ്റർ ആയി? ക്യാപിറ്റൽ ലെറ്റർ എൽ. നമ്മള് ലൈൻസ് ഒക്കെ വരയ്ക്കാൻ പഠിച്ചതുകൊണ്ട് ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് അല്ലേ? അപ്പോ ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എൽ. ഇനി എന്റെ കുഞ്ഞുമക്കൾ എങ്ങനെയാ ഇത് എഴുതുക? ഇതിന്റെ പേര് പറഞ്ഞോണ്ട് എഴുതുക അല്ലെ? എങ്ങനെയാ? ക്യാപിറ്റൽ ലെറ്റർ എൽ, ക്യാപിറ്റൽ ലെറ്റർ എൽ, ക്യാപിറ്റൽ ലെറ്റർ എൽ. ഇങ്ങനെ പറഞ്ഞോണ്ട് എഴുതുക അല്ലെ? ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഇനി സ്മോൾ ലെറ്റർ എൽ എഴുതാൻ പഠിക്കണം അല്ലെ? ഇത് ഏത് ലെറ്ററാ? ക്യാപിറ്റൽ ലെറ്റർ എൽ. ഇനി നമ്മൾക്ക് സ്മോൾ ലെറ്റർ എൽ എഴുതാൻ പഠിക്കാം. ഇതാ സ്മോൾ ലെറ്റർ എൽ. ഇത് സ്മോൾ ലെറ്റർ എൽ. ഇത് ക്യാപിറ്റൽ ലെറ്റർ എൽ, ഇത് സ്മോൾ ലെറ്റർ എൽ. സ്മോൾ ലെറ്റർ എൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? നമ്മൾക്ക് ആകെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ മാത്രമാണ് സ്മോൾ ലെറ്റർ എൽ എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടത്. നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ എങ്ങനെയാ വരയ്ക്കുക? ഇങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് കുത്തനെ ഒരു വര വരയ്ക്കുക അല്ലേ? ഇത് അപ്പോ എന്തായി? സ്മോൾ ലെറ്റർ എൽ. നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് കുത്തനെ ഒരു വര വരച്ചാൽ എന്തായി? സ്മോൾ ലെറ്റർ എൽ. ഈ ലൈനിന്റെ പേരെന്താണ്? സ്റ്റാൻഡിംഗ് ലൈൻ. അപ്പോ നമ്മൾ ഒരു വലിയ സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു കൊടുത്താൽ ഏത് ലെറ്റർ ആയി? സ്മോൾ ലെറ്റർ എൽ. എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? മുകളിൽ നിന്നും താഴേക്ക് ഒരു വര വരയ്ക്കാം. അപ്പോ ഈ ലെറ്ററിനെ നമ്മൾ എന്ത് വിളിക്കും? സ്മോൾ ലെറ്റർ എൽ. അപ്പൊ എന്റെ കുഞ്ഞുമക്കളെ സ്മോൾ ലെറ്റർ എൽ എങ്ങനെയാ എഴുതി പഠിക്കാം? അതിന്റെ പേര് പറഞ്ഞോണ്ട് എഴുതും അല്ലെ? എങ്ങനെയാ?
സ്മോൾ ലെറ്റർ എൽ, സ്മോൾ ലെറ്റർ എൽ, സ്മോൾ ലെറ്റർ എൽ, സ്മോൾ ലെറ്റർ എൽ. ഇത്രയേ ഉള്ളൂ. അപ്പോ ഇത് ക്യാപിറ്റൽ ലെറ്റർ എൽ, ഇത് സ്മോൾ ലെറ്റർ എൽ. ഇനി എന്റെ കുഞ്ഞുമക്കൾ എങ്ങനെയാ എഴുതി പഠിക്കാം? ക്യാപിറ്റൽ ലെറ്റർ എൽ എന്ന് എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ എൽ എന്ന് പറഞ്ഞോണ്ട് എഴുതുക. അതുപോലെ സ്മോൾ ലെറ്റർ എൽ എന്ന് എഴുതുമ്പോ സ്മോൾ ലെറ്റർ എൽ എന്ന് പറഞ്ഞോണ്ട് എഴുതുക. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ എൽ. ഇത് ക്യാപിറ്റൽ ലെറ്റർ എൽ, ഇത് സ്മോൾ ലെറ്റർ എൽ. അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ എൽ ക്യാപിറ്റലും അതിന്റെ സ്മോൾ എല്ലും നന്നായി എഴുതി പഠിക്കാം കേട്ടോ. മക്കളെ, ടീച്ചർ ബോർഡിലെ നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സ് എഴുതി വച്ചിട്ടുണ്ട് അല്ലെ? ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട്, അതിന്റെ സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്. അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ഏതാണ്? ആ ലെറ്റർ ഇതിൽ നിന്നും കണ്ടുപിടിക്കണം. നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ഏതാണ്? ലെറ്റർ എൽ. അപ്പോ ക്യാപിറ്റൽ ലെറ്റർ എല്ലും സ്മോൾ ലെറ്റർ എല്ലും നമ്മൾക്ക് എന്ത് വേണം? ഇതിൽ നിന്നും കണ്ടുപിടിക്കണം. അപ്പോ എല്ലാവരും റെഡിയാണല്ലോ? ഇങ്ങോട്ട് നോക്കിയേ. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ എല്ലും സ്മോൾ ലെറ്റർ എല്ലും ഉണ്ടോ എന്ന് എന്റെ കുഞ്ഞുമക്കൾ ഇതിലേക്ക് നോക്കിയേ. ദാ ഉണ്ടോ? ഉണ്ടല്ലേ? എന്റെ കുഞ്ഞുമക്കൾക്ക് കിട്ടിയോ? കിട്ടിയോ? ഏത് ലെറ്റർ ആണ്? ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എല്ലും സ്മോൾ ലെറ്റർ എല്ലും. ഇത് ക്യാപിറ്റൽ ലെറ്റർ എൽ, ഇത് സ്മോൾ ലെറ്റർ എൽ. ഇത് ക്യാപിറ്റൽ ലെറ്റർ എൽ, ഇത് സ്മോൾ ലെറ്റർ എൽ. അപ്പോ നമ്മള് കണ്ടുപിടിച്ചല്ലേ? നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ എൽ നമ്മള് ഇതിൽ നിന്നും കണ്ടുപിടിച്ചല്ലേ? അപ്പോ ഇതിൽ നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ലെറ്റേഴ്സ് ഉണ്ടല്ലേ? അതൊക്കെ നമ്മൾക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ദാ എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ. ഇങ്ങനെ 12 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ 12 ലെറ്റേഴ്സ് ആണല്ലേ പഠിച്ചു കഴിഞ്ഞത്. ഏതൊക്കെയാ? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ. ഇങ്ങനെ 12 ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ എൽ. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? ഇന്ന് പഠിച്ച ലെറ്റർ എൽ നന്നായി എഴുതി പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞ ലെറ്റേഴ്സ് ഒക്കെ ഒന്നുകൂടി എഴുതി പഠിക്കുക. അതിന്റെ പേര് പറയാം. എല്ലാവരും നന്നായി വർക്കൊക്കെ ചെയ്യാട്ടോ. കുഞ്ഞുമക്കളെ, ടീച്ചർ ബോർഡില് കുറെ സർക്കിൾസ് വരച്ചിട്ടുണ്ടല്ലേ? വലിയ സർക്കിളും ഉണ്ട്, ചെറിയ സർക്കിളും ഉണ്ട്. ഇതാ നോക്കിയേ. ഇതാ വലിയ സർക്കിളില് ടീച്ചറ് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ടുണ്ട്. ചെറിയ സർക്കിളില് ടീച്ചറ് സ്മോൾ ലെറ്റർ എഴുതിയിട്ടുണ്ടല്ലേ? അപ്പോ ഇതിൽ ലെറ്റേഴ്സ് ഉണ്ട്. ഇതാ ഇങ്ങോട്ട് നോക്കിയേ. ഇതിൽ ലെറ്റർ ഉണ്ടോ? ഇല്ല അല്ലേ? നമ്മൾക്ക് ഇവിടെ ലെറ്റർ ഇല്ല. അപ്പൊ എന്ത് വേണം? നമ്മൾ ഇതിൽ ലെറ്റർ എഴുതി കൊടുക്കണം. ഏത് ലെറ്ററാ നമ്മൾ എഴുതുക? ലെറ്റർ എ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾ ഇതിൽ എഴുതേണ്ടത്. എ കഴിഞ്ഞു വരുന്ന ലെറ്റർ ഏതാണ്? ലെറ്റർ ബി. അപ്പോ നമ്മൾ വലിയ സർക്കിളിൽ ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതണം അല്ലേ? ഇതാ ക്യാപിറ്റൽ ലെറ്റർ ബി. ഇനി ചെറിയ സർക്കിളിൽ നമ്മൾ എന്താ എഴുതുക? ക്യാപിറ്റൽ ലെറ്റർ ബിയുടെ സ്മോൾ ലെറ്റർ ബി എഴുതി കൊടുക്കണം അല്ലേ? ദാ
സ്മോൾ ലെറ്റർ ബി. ഇനി നമ്മൾക്ക് അടുത്ത സർക്കിൾ നോക്കാം. ദാ ഇവിടെ ടീച്ചറെ ലെറ്റർ എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഏത് ലെറ്റർ ആണ്? ബി കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണല്ലേ. ബി കഴിഞ്ഞു വരുന്ന ഈ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ഇനി നമ്മൾക്ക് അടുത്ത സർക്കിൾ നോക്കാം. ദാ ഇത് ലെറ്റർ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോ നമ്മൾക്കിത് ലെറ്റർ എഴുതി കൊടുക്കണം. നമ്മൾ ഏത് ലെറ്ററാ എഴുതുക? ലെറ്റർ സി കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾ ഇവിടെ എഴുതുക അല്ലെ. അപ്പോൾ ലെറ്റർ സി കഴിഞ്ഞു വരുന്ന ലെറ്റർ ഏതാണ്? ലെറ്റർ ഡി. അപ്പോ നമ്മൾ വലിയ സർക്കിളിൽ ക്യാപിറ്റൽ ലെറ്റർ ഡി, വലിയ അക്ഷരം ഡി എഴുതി കൊടുക്കും. ചെറിയ സർക്കിളിൽ ചെറിയ അക്ഷരം ഡി എഴുതി കൊടുക്കും അല്ലെ. ഇനി ഇങ്ങോട്ട് നോക്കിയേ. ഇതാ ഇത് ലെറ്റർ ഉണ്ടല്ലേ. ഇത് ഏത് ലെറ്റർ ആണ്? ഡി കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ്. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ ഇ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഇ, ഇത് സ്മോൾ ലെറ്റർ ഇ. ഇനി ഈ സർക്കിളിൽ ഉണ്ടോ ലെറ്റർ? ഉണ്ടോ? ഇല്ല അല്ലേ. ഇവിടെ ടീച്ചർ ലെറ്റർ എഴുതിയില്ല. അപ്പൊ നമ്മൾക്കിത് ലെറ്റർ എഴുതി കൊടുക്കണം. ഏത് ലെറ്റർ എഴുതാ? ലെറ്റർ ഇ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾ ഈ സർക്കിളിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കേണ്ടത് അല്ലേ. അപ്പോ ഏത് ലെറ്റർ ആണ്? ഈ കഴിഞ്ഞു വരുന്ന ലെറ്റർ ഏതാണ്? ലെറ്റർ എഫ്. ഏത് ലെറ്ററാ? ലെറ്റർ എഫ്. അപ്പൊ വലിയ അക്ഷരം എഫ് വലിയ സർക്കിളിൽ എഴുതും അല്ലേ. ചെറിയ അക്ഷരം എഫ് ചെറിയ സർക്കിളിൽ ഇങ്ങനെ എഴുതും. അപ്പോ ഇത് ഏത് ലെറ്ററാ? ലെറ്റർ എഫ് കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ്. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ ജി. ഇനി ജി കഴിഞ്ഞു വരുന്ന ലെറ്റർ ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലെ. ഈ സർക്കിളിൽ ടീച്ചർ ലെറ്റർ എഴുതിയില്ല. അപ്പോ നമ്മൾക്ക് ഇവിടെ ലെറ്റർ എഴുതി കൊടുക്കണം അല്ലെ. ഏത് ലെറ്ററാ നമ്മൾ എഴുതുക? ജി കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മളിവിടെ എഴുതി കൊടുക്കുക. ജി കഴിഞ്ഞു വരുന്ന ലെറ്റർ ഏതാണ്? ലെറ്റർ എച്ച്. അപ്പോ ക്യാപിറ്റൽ ലെറ്റർ എച്ച് നമ്മൾ വലിയ സർക്കിളിൽ എഴുതും. സ്മോൾ ലെറ്റർ എച്ച് നമ്മൾ ചെറിയ സർക്കിളിൽ എഴുതും. ഇനി ഇതാ ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ ലെറ്റർ ഉണ്ടല്ലേ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? എച്ച് കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് ഇത്. അപ്പൊ ഈ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ ഐ. അപ്പോ ഇത് ക്യാപിറ്റൽ ലെറ്റർ ഐ, ഇത് സ്മോൾ ലെറ്റർ ഐ. ഇനി അടുത്ത സർക്കിൾ നോക്കിയേ. ലെറ്റർ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പോ നമ്മൾ എന്ത് വേണം? ഇതിൽ ലെറ്റർ എഴുതി കൊടുക്കണം. ഏത് ലെറ്റർ നമ്മൾ എഴുതുക? ലെറ്റർ ഐ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾ എഴുതുക. അതേത് ലെറ്റർ ആണ്? ഐ കഴിഞ്ഞു വരുന്ന ലെറ്റർ ഏതാണ്? ലെറ്റർ ജെ. ഏത് ലെറ്ററാ? ലെറ്റർ ജെ. അപ്പോ വലിയ സർക്കിളിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ജെ എഴുതും. ചെറിയ സർക്കിളിൽ നമ്മൾ സ്മോൾ ലെറ്റർ ജെ എഴുതും. ഇനി അടുത്ത സർക്കിളിൽ ലെറ്റർ ഉണ്ടല്ലേ. ഏത് ലെറ്റർ ആണ്? ജെ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ കെ. ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ. ഇനി നോക്കിയേ. ഇതാ ഇവിടെ ഈ സർക്കിളിൽ ലെറ്റർ ഉണ്ടോ? ഇല്ല അല്ലെ. ടീച്ചർ ഈ സർക്കിളിൽ ലെറ്റർ എഴുതിയില്ല. അപ്പൊ നമ്മൾക്ക് എന്ത് വേണം? ഇതിൽ ലെറ്റർ എഴുതണം. ഏത് ലെറ്ററാ നമ്മൾ എഴുതുക? ദാ കെ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾ ഇതിൽ എഴുതി കൊടുക്കേണ്ടത്. കെ കഴിഞ്ഞു വരുന്ന ലെറ്റർ ഏതാണ്? ലെറ്റർ എൽ. ഏത് ലെറ്ററാ? നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ആണല്ലേ.
ലെറ്റർ എൽ. അപ്പോ വലിയ സർക്കിളിൽ വലിയ അക്ഷരം എൽ എഴുതും, ചെറിയ സർക്കിളിൽ ചെറിയ അക്ഷരം എൽ എഴുതും. അപ്പോ നമ്മള് മിസ്സായിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ എഴുതിയല്ലേ. അപ്പോ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഈ ലെറ്റേഴ്സ് ഒക്കെ നന്നായി മനസ്സിലായല്ലോ. ഏതൊക്കെ ലെറ്റേഴ്സ് ആണ്? ഇത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണല്ലേ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ. ഇങ്ങനെ 12 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? ഇതൊക്കെ നന്നായി പറയാനും എഴുതാനും നന്നായി പഠിക്കാട്ടോ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് കുട്ടികളെ എഴുതുവാൻ പഠിപ്പിച്ചത് ക്യാപിറ്റൽ ലെറ്റർ എല്ലും സ്മോൾ ലെറ്റർ എല്ലുമാണ്. അപ്പോ നമ്മളെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എല്ലോ സ്മോൾ ലെറ്റർ എല്ലും എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1, 2, 3 പേജ് നിറയെ ഇങ്ങനെ കുത്തുകൾ ഇട്ടിട്ട് ക്യാപിറ്റൽ ലെറ്റർ എൽ സ്മോൾ ലെറ്റർ എൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനു മുകളിൽ കൂടി കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇങ്ങനെ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതിപ്പിക്കുക. ക്യാപിറ്റൽ ലെറ്റർ എൽ സ്മോൾ ലെറ്റർ എൽ. അപ്പോ കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ പരിചയപ്പെടാം. അതുവരേക്കും ടാറ്റാ.